കാഴ്ചപ്പാടിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തെ വിധി എഴുതാതെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരിടമാണ് കാഴ്ചപ്പാട്. ഇന്നത്തെ കാഴ്ചപ്പാടിൽ മനുഷ്യ മനസ്സുകളുടെ വ്യക്തിത്വ വൈകല്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ആദ്യം നിങ്ങളെ വാനോളം ഉയർത്തി പിന്നീട് നിങ്ങളെ പാതാളത്തോളം താഴ്ത്തിയ ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാം? അത് ഒരു പക്ഷേ ഒരു നാർസിസിസ്റ്റ് ആയിരിക്കാം. മനഃശാസ്ത്രത്തിൽ നാർസിസം എന്ന് പറയുന്നത് അതിർത്തി വിട്ട സ്വയം പ്രാധാന്യ ബോധം, മറ്റുള്ളവരുടെ പ്രശംസയ്ക്കുള്ള അതിരുകവിഞ്ഞ ആഗ്രഹം, മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കരുണാഭാവത്തിന്റെ അഭാവം എന്നിവയുടെ സമാഹാരമാണ്. ഒരു നാർസിസിസ്റ്റ് നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല. അവർ നിങ്ങളെ ഉപയോഗിക്കുന്നു. തങ്ങളുടെ സ്വഭാവ ചിത്രം നിലനിർത്താൻ നാർസിസിസ്റ്റുകൾ സാധാരണയായി ആദ്യം നിങ്ങളെ അമിതമായി സ്നേഹിക്കുന്ന രീതിയിൽ തുടങ്ങും. അവരുടെ വാക്കുകളും പെരുമാറ്റവും നിങ്ങളെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിക്കും. പക്ഷേ പിന്നീട് അവരുടെ യഥാർത്ഥ സ്വഭാവം പ്രകടമാകും. നിങ്ങളെ ചെറുതാക്കി കാണിക്കൽ, നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തൽ, നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളെയും സത്യങ്ങളെയും പോലും നിങ്ങൾ തന്നെ സംശയിക്കുന്ന രീതിയിലേക്ക് മാറ്റും. ഇത് എല്ലാം നിങ്ങളെ നിയന്ത്രണത്തിൽ വെക്കാനുള്ള ഒരു സൂക്ഷ്മമായ മാനസിക തന്ത്രമാണ്. ഒരു നാർസിസിസ്റ്റിനൊപ്പം ജീവിക്കുന്നത് ഒരു സ്ഥിരമായ മാനസിക തകർച്ചയാണ്. ഇത് നിസ്സാരമല്ല, ഇത് ആഴത്തിലുള്ള ഒരു മുറിവാണ്. സ്ഥിരമായ ആശങ്ക, ആത്മവിശ്വാസക്കുറവ്, സ്വയം സംശയം, ഒറ്റപ്പെട്ടതിൻ്റെ വേദന, ചിലപ്പോൾ ഇത് വേദനയോട് തന്നെ ഒരു ബന്ധം രൂപപ്പെടുന്ന അവസ്ഥയിലേക്കും മാറാം. അവരിൽ നിന്ന് വിട്ടുമാറാൻ പോലും നിങ്ങൾക്ക് ഒരു ഭയം തോന്നാം. നാർസിസ്റ്റിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല, പക്ഷേ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ വ്യക്തിഗത പരിധികൾ നിശ്ചയിക്കുക. ആവശ്യമെങ്കിൽ ബന്ധം പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുക. ഓർമ്മിക്കുക, നിങ്ങളുടെ മനസ്സ് സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മബഹുമാനമാണ്. നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളുടെ ദൗർബല്യമല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നന്മയുടെ തെളിവാണ്. പക്ഷേ നിങ്ങളുടെ നന്മ ആരും ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത്. ഇന്നത്തെ കാഴ്ചപ്പാട് ഇവിടെ പൂർണ്ണമാകുന്നു. മനസ്സിൻ്റെ നിശബ്ദതയിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു അനന്ത യാത്രയാണ് കാഴ്ചപ്പാട്. വീണ്ടും ഒരു പുതിയ ചിന്തയുമായി കാണാം. അതുവരെ നിങ്ങളുടെ ഉള്ളിലെ ആശയങ്ങളെ, ആഴങ്ങളെ അന്വേഷിക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.